ഹലോ നമസ്കാരം. ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സ് വസിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് ആക്കി തീർക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഹാപ്പിനെസ്. നമ്മൾ എത്രത്തോളം സന്തോഷവാനാണ്, ഹാപ്പിയാണെന്ന് തന്നെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷേ ജീവിതത്തിൽ പലരും പ്രശ്നങ്ങൾ പല രീതിയിലാണ് കാണുന്നതും ഫേസ് ചെയ്യുന്നതും അത് സോൾവ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുടെ കയ്യിലൊന്നും അല്ലല്ലോ. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും സങ്കീർണതകളെയും എല്ലാം ഫേസ് ചെയ്ത് നല്ല രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്കില്ല്, അത് തന്നെയാണ് മെൻ്റൽ ഹെൽത്ത്. പ്രത്യേകിച്ചൊരു കാര്യങ്ങൾ കിട്ടുന്നതോ അതിൽ നിന്ന് സന്തോഷിക്കുന്നതോ അതൊരിക്കലും മെൻ്റൽ ഹെൽത്തിൻ്റെ സൈഡിലേക്ക് പോലും വരില്ല, അല്ലേ? അതായത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ട് അതിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ആ സന്തോഷമാണോ മെൻ്റൽ ഹെൽത്ത്? അല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും നമ്മൾ തയ്യാറാവുന്നതിലും അതിന് വേണ്ട രീതിയിൽ റിസോൾവ് ചെയ്യാനുമുള്ള നമ്മുടെ കഴിവ്, അത് തന്നെയാണ് മെൻ്റൽ ഹെൽത്ത്. അതൊരു സ്കില്ലാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന് ആ സ്കില്ലൊന്നും കിട്ടുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് പലതും മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ആ കുട്ടിക്ക് ആ സ്കില്ലിലേക്ക്, ഒരു അഡൾട്ട് ഒരു വ്യക്തിയിലേക്ക് അത് വന്നു ചേരുന്നത്, ആ സ്കിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് ആർക്കും മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് ആരുടെയും അവകാശമാണ്, ഉത്തരവാദിത്തം കൂടിയാണ്. അതിലുപരി അതൊരു സ്കില്ലും കൂടിയാണ്. സന്തോഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവല്ലേ? അത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള നമ്മുടെ കഴിവ് തന്നെയാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതെ. ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, അവർ 100% ഹാപ്പിയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് തന്നെയാണ്, അങ്ങനെയുള്ള സ്കില്ല് അവർ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ തന്നെയാണ് അവരങ്ങനെ സന്തോഷമായിട്ടുള്ള ജീവിതം നയിക്കുന്നതും. അത് നമുക്കറിയാം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആരും നമുക്ക് വെച്ച് നീട്ടുന്ന ഒരു കാര്യമല്ല, ഔദാര്യമല്ല, നമ്മുടെ ഒരു സ്കിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് സാധിക്കും. ഇനി ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും വളരെ കാരുണ്യം, ദയയും ഒക്കെ അർഹിക്കുന്ന ആൾക്കാരാണ്. അവരെ സ്നേഹിക്കുക, അവരെ കൂടെ ചേർത്ത് ഇറുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കടമ കൂടിയാണ്. പലതരത്തിലുള്ള മെൻ്റലി ചലഞ്ചസ് ആയിട്ടുള്ള ആളുകളുണ്ടാവാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവാം. ആവുന്ന രീതിയിൽ ഒരു ചിരി കൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ചേർത്ത് നിർത്താം നമുക്ക് അവരെ ഓരോരുത്തരും. പിന്നെ നമ്മൾക്ക് മറ്റൊരാളെ നമ്മളെപ്പോലെ തന്നെ കാണാൻ ശ്രമിച്ചാൽ നമ്മൾ അവരിൽ ഒരുപാട് കുറ്റവും കുറവും ഒന്നും കാണാൻ പറ്റില്ല. നമ്മളെപ്പോലെ തന്നെ കാണാൻ ശ്രമിച്ചാൽ അങ്ങനെ നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ നമ്മളോട് ചേർത്ത് നിർത്താനും അവരുടെ പ്രശ്നങ്ങൾ കാണാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി 2 കാര്യങ്ങളാണ് എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഡേയിൽ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഉള്ളത്. തീർച്ചയായിട്ടും ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ വളരെ ഇന്നിങ്ങനെ പറയാൻ സാധിച്ചതിൽ ശരിക്കും ദൈവത്തിനോട് നന്ദി പറയുന്നു. എൻ്റെ വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. തീർച്ചയായിട്ടും എനിക്കത് അറിയണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. സാധാരണ ഇതിൽ ഞാൻ പറയാൻ മറക്കാറുണ്ട്, ഇന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.